തൃശൂർ എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായേക്കും. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും പരിഗണനയിൽ. 240 സീറ്റിൽ ജയിച്ച BJP തന്നെയാകും ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈവശം വയ്ക്കുക. അമിത്ഷാ, എസ് ജയശങ്കർ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായി തുടരും. കേരളത്തിൽ ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തിന് പരിഗണിക്കാതിരിക്കാൻ ആകില്ല. വി മുരളീധരന്റെ രാജ്യസഭാംഗത്വം അവസാനിച്ചതിനാലും ലോക്സഭയിലേക്ക് ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടതിനാലും അദ്ദേഹത്തെ ഉടൻ മന്ത്രിയാക്കാൻ ഇടയില്ല. തിരുവനന്തപുരത്ത് മികച്ച പോരാട്ടം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖറിന് സുപ്രധാന വകുപ്പുകൾ ലഭിക്കാനാണ് സാധ്യത. BJPക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം ഇല്ലാതെ രൂപവൽക്കരിക്കാൻ ഒരുങ്ങുന്ന മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സ്പീക്കറും മന്ത്രിമാരും ഉൾപ്പെടെ പല സുപ്രധാന പദവികളിലും സഖ്യകക്ഷികൾ ഇടം പിടിക്കും. 16 സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയും 12 സീറ്റുകളുള്ള നിതീഷ് കുമാറിൻ്റെ JDUവുമായിരിക്കും വിലപേശലിൽ മുന്നിലുണ്ടാവുക. ഇതോടൊപ്പം 15 സഖ്യകക്ഷികളും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടുന്നതിൽ പിന്നാക്കം നിൽക്കില്ല. ഏറ്റവും വലിയ സഖ്യകക്ഷിയായ TDP മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമെ സ്പീക്കർ പദവിയും ചോദിക്കുന്നുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ. അതിന് വഴങ്ങിയാൽ നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യമായി BJP ഇതര സ്പീക്കർ ഉണ്ടാകും. കൂടാതെ ക്യാബിനറ്റ് ഉൾപ്പെടെ 3 മന്ത്രിസ്ഥാനമെങ്കിലും TDPക്ക് നൽകേണ്ടി വരും. എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാൻ മടി കാണിക്കാത്ത ചരിത്രമുള്ള നിതീഷ് കുമാറിനെ പിണക്കാതിരിക്കാനും BJP ശ്രദ്ധിക്കും. 2 ക്യാബിനറ്റ് ഉൾപ്പെടെ 4 മന്ത്രിസ്ഥാനമാണ് JDU ചോദിക്കുന്നത്. ഒപ്പം നിതീഷിന്റെ മുഖ്യമന്ത്രി പദവിക്ക് തടസ്സമുണ്ടാകില്ല എന്ന ഉറപ്പും ചോദിക്കാനിടയുണ്ട്.